നമസ്കാരം, ഞാൻ അസ്ട്രോളജർ വേണു മഹാദേവ്. എല്ലാവർക്കും ജ്യോതിഷ കൈരളി ചാനലിലേക്ക് സുസ്വാഗതം. നിങ്ങളുടെ എല്ലാം സപ്പോർട്ടും ഷെയറും ലൈക്കും സബ്സ്ക്രിപ്ഷനും ഒക്കെ കൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ ഇപ്പോൾ എന്താ പറയുക, പുതിയ വീഡിയോകൾ ചെയ്യാനുള്ളൊരു പ്രചോദനം നിങ്ങൾ നൽകുന്നുണ്ട്. അതിന് നന്ദിയുണ്ട്. ആ പ്രപഞ്ചശക്തിയുടെ പേരിൽ നന്ദി പറയുന്നു. നമ്മൾ ഇന്ന് കന്നിക്കൂറുകാരുടെ പൊതുവിലുള്ള ഫലമെന്ന് പറയുമ്പോൾ നമ്മൾ അതിനകത്ത് എടുക്കേണ്ടത്, നമ്മളെല്ലാവരും ഇപ്പോൾ ഈ ശനിമാറ്റം, രാഹുകേതു മാറ്റം, വ്യാഴമാറ്റമൊക്കെ വന്നപ്പം ധാരാളം ആൾക്കാർക്ക് കൺഫ്യൂഷനാണ്. ഇതെല്ലാം ഒരുമിച്ച് വന്നതുകൊണ്ട് നമുക്ക് ശനിയെക്കൊണ്ട് അങ്ങനെയല്ലേ, പിന്നെ വ്യാഴം നമുക്ക് ഇങ്ങനെ നിൽക്കുന്നില്ലേ എന്നൊക്കെയുള്ള കൺഫ്യൂഷൻ. ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ ജീവിതത്തിൽ അടുത്ത എന്ത് തീരുമാനം എടുക്കണം, അല്ലെങ്കിൽ എങ്ങോട്ട് പോകണം, അടുത്ത എന്ത് പഠിക്കണം, അല്ലെങ്കിൽ ജോലിയിൽ മാറ്റം വേണോ വേണ്ടേ എന്നൊക്കെ കൺഫ്യൂസ്ഡ് ആവുന്നൊരു സമയമാണ്. അതുകൊണ്ടാണ് ഞാൻ പൊതുവായിട്ടൊരു വീഡിയോ ചെയ്യാൻ തീരുമാനിച്ചത്. നമ്മൾ ഈ കൂറുകാരുടെ പൊതുവായിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും ബേസ് ചെയ്തുള്ളൊരു ഫലമാണ് ഞാനിന്ന് പറയുന്നത്. അതായത് കന്നിക്കൂറെന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഉത്രത്തിൻ്റെ മുക്കാൽ, അതായത് ഉത്രം 2, 3, 4 പാദങ്ങൾ സ്ഥിരം കേൾക്കുന്നത് നിങ്ങൾക്കെല്ലാം അറിയാം. അത്തം, ചിത്തിരയുടെ ആദ്യത്തെ 1, 2 പാദം. അപ്പോൾ ഉത്രം, മുക്കാൽ, അത്തം, ചിത്തിര ആദ്യ പകുതി, ഇത്രയും ചേരുന്ന കന്നിക്കൂറുകാരെ സംബന്ധിച്ച് നിലവിൽ ശനിദോഷം ഇല്ലാതിരുന്നു, ചാരവശാൽ, ജാതകാലല്ല. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടകശനിയുണ്ട് 7. ഉടനെ അയ്യോ കണ്ടകശനി എന്ന് വിളിക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങളുടെ ജാതകത്തിൽ ശനി നല്ല പൊസിഷനാണെങ്കിൽ ശനി വലിയ ദോഷം ചെയ്യത്തില്ല. അതേസമയം നിങ്ങളുടെ ജാതകത്തിലും അനിഷ്ടസ്ഥാനത്താണ് ശനി. ഒപ്പം നിങ്ങൾക്കിപ്പോൾ ശനി ദശയോ ശനി അപകാരമൊക്കെ ആണെങ്കിൽ കുറച്ചൊരു ശ്രദ്ധ പുലർത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമല്ല, ഈ 7ലേക്ക് ശനി വരുമ്പോൾ ഉള്ള ഒരു നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം, കന്നിക്കൂറുകാരെ സംബന്ധിച്ച് 7 എന്നുള്ള നമ്മളെ സപ്പോർട്ട്, ദാറ്റ് മീൻസ് ഇപ്പോൾ എങ്ങനെ പറയും, നമ്മൾ ലൈഫ് പാർട്ണർ, ബിസിനസ് പാർട്ണർ, നമ്മളെ ആത്മാർത്ഥ സുഹൃത്തുക്കൾ, കൊളീഗ്സ്, നമ്മളെ എന്താ പറയുക, നമ്മളെ ബ്രോ ആയിട്ടുള്ള സുഹൃത്തുക്കൾ, അല്ലെങ്കിൽ നമ്മളെ അത്ര നമ്മൾ പറയില്ലേ ചങ്ക് സുഹൃത്തുക്കളുണ്ടല്ലോ അവർ, പിന്നെ നമ്മുടെ ഈ പഠിക്കുന്നവരാണെങ്കിൽ അവരുടെ ഏറ്റവും അടുത്ത ആത്മാർത്ഥ സഹപാഠികൾ, ഇങ്ങനെ നമ്മളെ ലൈഫിൽ നമ്മളോടൊപ്പം ചേർന്ന് സപ്പോർട്ട് ചെയ്യുന്നവരാണ് 7ാം ഭാവം കൊണ്ട് ചിന്തിക്കുന്നത്. 7 പാർട്ട്ണർഷിപ്പ് സ്ഥാനമാണ്. അപ്പോൾ അവിടെ ശനി വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഈ പാർട്ട്ണർഷിപ്പിൽ നമ്മുടെ പാർട്ട്ണർഷിപ്പ് സ്ഥാനത്ത് വരുന്ന വ്യക്തികൾ, ബിസിനസ്സിലാണെങ്കിൽ ബിസിനസ് പാർട്ട്നേഴ്സിനെ നമ്മൾ കുറച്ചൊന്ന് വാച്ച് ചെയ്യണം. അതിൽ അനിഷ്ടവും കാര്യങ്ങളും ഉള്ളവരുണ്ടെങ്കിൽ അതിനെ നമ്മളൊന്ന് കറക്റ്റ് ചെയ്തെടുക്കുക. രണ്ടാമത്തേത്, നമ്മുടെ ജീവിത പങ്കാളിയായിട്ടോ, അല്ലെങ്കിൽ നമ്മളെ ഏറ്റവും ആത്മാർത്ഥ സുഹൃത്തുക്കളുമായിട്ടോ, അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന പ്രണയിക്കുന്നവരുമായിട്ടോ, അല്ലെങ്കിൽ നമ്മൾ ആത്മാർത്ഥ സഹപാഠികളുമായിട്ടൊക്കെ അപ്രതീക്ഷിതമായി ചില തെറ്റിദ്ധാരണകളോ ക്ലാഷൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇത്രയേ ഉള്ളൂ. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മളത് മുൻകൂട്ടി മനസ്സിൽ കാണണം. നമ്മുടെ സമയം അനുസരിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കുറച്ച് ശ്രദ്ധിക്കണം. ആരോടും നമ്മൾ മനഃപൂർവ്വമായിട്ട് പിണങ്ങരുത്. ആരെങ്കിലും എന്തെങ്കിലും വന്ന് പറഞ്ഞാൽ അത് നമ്മളതുപോലെ ഇതുവഴി കേട്ട് ഇതുവഴി കളയുക, അത് നമ്മൾ കൊണ്ടു നടക്കരുത്. മാത്രമല്ല, നമുക്ക് നേരിട്ട് വിശ്വാസം വരാത്ത കാര്യങ്ങൾ, അതായത് എപ്പോഴും വ്യക്തിബന്ധങ്ങളിൽ ക്ലാഷ് ഉണ്ടാകുന്നത് ഈ ഇടയ്ക്ക് നിൽക്കുന്ന ആരെങ്കിലുമൊക്കെ മറ്റുള്ളവർ ഇങ്ങനെ നമ്മളിൽ ഏഷണി പറഞ്ഞ് സ്വാധീനം ചെലുത്തുമ്പോഴാണ്. അത്തരം സ്വാധീനങ്ങൾക്ക് നമ്മൾ വഴങ്ങരുത്. നമുക്ക് നേരിട്ട് ബോധ്യം വേണം. അങ്ങനെയുള്ള കാര്യങ്ങളിൽ മാത്രമേ നമ്മൾ തീരുമാനം എടുക്കാവൂ. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇവരോടൊന്നും വിരോധം വരത്തില്ല. അറ്റ് ദ സെയിം ടൈം നമുക്ക് വിവാഹ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് ഡിലേ വരാം. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടവർ തമ്മിൽ കുറച്ച് അകൽച്ച വരാം. ഇതൊക്കെ വരാം. അവിടെയൊക്കെ നമ്മൾ നയവും ബുദ്ധിയും കൊണ്ടും നമ്മുടെ ഒരു സംയമനവും ക്ഷമയും കൊണ്ടും ആ അവസ്ഥകളെ ഓവർകം ചെയ്യണമെന്നേ ഞാൻ പറയുന്നുള്ളൂ. ഒപ്പം തന്നെ നമ്മളെ 10ൽ കർമ്മസ്ഥാനത്താണ്, അതും 4ഉം 7ഉം ഭാവാധിപത്യമുള്ള വ്യാഴം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടുംബസ്വത്തുക്കൾ കൈവരാൻ സാധ്യതയുണ്ട്. വാഹനം കയ്യിൽ വരാം, പിന്നെ ഭൂമി കൈവശം വരാം. അതുപോലെ തന്നെ നമ്മുടെ പാർട്ണർഷിപ്പ് സ്ഥാനത്തുനിന്ന്, അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് പാർട്ണറുടെ സ്ഥാനത്തു നിന്നൊക്കെ
നമുക്ക് ചില ധനപരമായ ഗുണങ്ങൾ വരാം. ഇങ്ങനെ നമുക്ക് എല്ലാ വഴിയിലും ധനപരമായിട്ട് പല വഴിയിൽ ഗുണം വരേണ്ട ഒരു കാലം, കടബാധ്യതകളൊക്കെ ഉണ്ടെങ്കിൽ അത് കുറേശ്ശെ മാറി നമുക്ക് ഒരു ധന നിലനിർത്താനും പുഷ്ടിപ്പെടുത്താനും കഴിയുന്നൊരു കാലം. അത് ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് നമ്മളെ മിടുക്കാണ്. ഞാനിത് എടുത്തു പറയാൻ കാരണം, ഈ എൻ്റെ വീഡിയോസ് കാണുന്നതിൽ ധാരാളം ഞാൻ ഇതിൽ എപ്പോഴും അവസാനം പറയാറുണ്ട്, എൻ്റെ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ കൺസൾട്ടിങ്ങിനായിരുന്നാലും സംശയങ്ങളുണ്ടെങ്കിലും ചോദിച്ചുകൊണ്ട് മെസ്സേജ് ഇടാൻ പറയാറുണ്ട്. ഏറ്റവും കൂടുതൽ സംശയം അല്ലെങ്കിൽ മെസ്സേജും പറയുന്ന എല്ലാവരും സാമ്പത്തികമായി പരാജയപ്പെട്ടവരും അല്ലെങ്കിൽ അബദ്ധങ്ങളിൽ പോയി ചാടി കരഞ്ഞുകൊണ്ടിരിക്കുന്നവരാണ്. ഇതിനുള്ള ഒറ്റ ഉത്തരമേ എനിക്കുള്ളൂ. നിങ്ങൾക്ക് ഈശ്വരൻ ധനവും ഐശ്വര്യം തന്നിട്ടുണ്ടെങ്കിൽ അത് നിലനിർത്തുന്നത് നിങ്ങളെ ബുദ്ധിയും എടുക്കുകയാണ്. അതിന് നിങ്ങൾക്ക് വരുന്ന പരാജയത്തിന് ജ്യോതിഷമൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ പല കക്ഷികളും ഇങ്ങനെ എനിക്ക് ഇതുപോലെ പരാജയപ്പെട്ടവർ അയച്ച മെസ്സേജിൽ പറയുന്നത്, സ്വാമി ഞാനിങ്ങനെ ഒരാൾ പറഞ്ഞിട്ട് ഒരു സ്ഥലത്ത് 50,000 രൂപ മുടക്കി കുബേര പൂജ, ഒരു പൂജയിലും ഒരു കാര്യമില്ല. നിങ്ങൾ വലിയ വലിയ പൂജ ചെയ്താൽ ധനം വരുമായിരുന്നെങ്കിൽ ഒറ്റ കാര്യം ചിന്തിച്ചാൽ മതി. നിങ്ങൾ ഒരു ഈ വരുത്തി തരാമെന്ന് പറയുന്ന ആളിൻ്റെ അടുത്ത് അടുത്ത അതായത് ഓണം ബമ്പർ ഞാൻ എടുത്തുകൊണ്ട് തരും, പൂജ ചെയ്ത് അത് 1ാം സമ്മാനം അടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 50,000 രൂപ 1,00,000 രൂപ തരാമെന്ന് പറ. അത്ര ചെയ്തു തരാൻ കഴിവുണ്ട്, അല്ലെങ്കിൽ ആൾ സ്വന്തമായിട്ട് ചെയ്ത് കാണിക്കട്ടെ. അപ്പം ധനം എന്ന് പറയുന്നത് നമ്മൾ കൈവിട്ട് പോയാൽ, പണ്ടുള്ളവർ പറയുന്നൊരു ചൊല്ലുണ്ട്. അതായത് ഞാൻ ധനത്തെക്കുറിച്ച് ഇതിനകത്തൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. സൗകര്യം കിട്ടുമ്പോൾ നിങ്ങൾ എപ്പോഴെങ്കിലും ഒന്ന് കാണുന്നത് നല്ലതാണ്. അതായത് മണ്ണും പെണ്ണും പൊന്നും കൈവിട്ട് പോയി മോനെ എന്ന് പണ്ടുള്ള മുത്തശ്ശന്മാർ പറയാറുണ്ട്. അതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 3 സാധനം സൂക്ഷിക്കാൻ അറിഞ്ഞിടാത്ത അവർ മണ്ടരാണ്. കൈവിട്ട് പോയി തിരിച്ച് പിടിക്കാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ ഇത്തരം കാര്യങ്ങളിൽ കുറച്ചൊരു ഇത് വേണം. മറ്റുള്ളവരുടെ പ്രാരാബ്ധം ഏറ്റെടുക്കരുത്. അവർക്ക് കഷ്ടപ്പാടോ ദുഃഖമോ ഉണ്ടെങ്കിൽ അത് ഈശ്വരൻ കൊടുത്താണ്. ഈശ്വരൻ അത് മാറ്റി കൊടുക്കണം. പകരം നിങ്ങൾ അവരെ സഹായിക്കാൻ പോയി ഈശ്വരൻ ചെയ്യേണ്ട ജോലി ഏറ്റെടുക്കുമ്പോൾ ആ പ്രപഞ്ചശക്തി ആ പണി നിങ്ങൾക്ക് തരും. അതുകൊണ്ട് നിങ്ങൾക്ക് തരുന്ന ധനം നിങ്ങൾ സൂക്ഷിക്കുക. പകരം മറ്റുള്ളവർക്ക് ആഹാരം വാങ്ങിച്ചു കൊടുക്കുക. അന്നം ബ്രഹ്മമാണ്, ബ്രഹ്മദാനത്തിന് തുല്യമാണ്. ആഹാരം മാത്രമേ വാങ്ങിച്ചു കൊടുക്കുക, അല്ലാതെ ഒന്നും കൊടുക്കരുത്. പിന്നെ നിങ്ങൾക്ക് ആളായിട്ട് എന്തെങ്കിലും സഹായിക്കാൻ വേണ്ടി സഹായിക്കുക. ഇല്ലാതെ കയ്യിലിരിക്കുന്ന കാശും കൊടുത്തിട്ട് കരഞ്ഞുകൊണ്ട് വരരുത്. ഞാൻ ഉള്ളതുപോലെ തുറന്ന് പറയാം. അത് ആർക്കും ചിലർക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരില്ല, ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും അതിനുവേണ്ടി നിങ്ങൾ പിന്നെ 20,000 50,000 മുടക്കി കുബേര പൂജയും ധനേശ യന്ത്രവും കെട്ടിയിട്ട് കാര്യമില്ല എന്ന് എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇപ്പം നിങ്ങൾക്ക് ധനവും ഐശ്വര്യമൊക്കെ കുറച്ച് കൊണ്ടുതരുന്ന സമയമാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്. കാരണം കയ്യിൽ കിട്ടണതിന് കളഞ്ഞു കുളിക്കരുത്. പിന്നെ നമ്മൾ ഇതിനകത്ത് നിങ്ങൾക്ക് 11 ലാഭസ്ഥാനത്ത് ബുധൻ നിൽക്കുന്ന സമയമാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു, ഇപ്പോൾ നമുക്ക് ചില ഗ്രഹങ്ങളെ കൊണ്ട് മാറ്റത്തിൽ ഗുണം വരുമ്പോൾ ചിലരെ കൊണ്ട് കുറച്ച് അനിഷ്ടവും വരാം. ശനിയെ കൊണ്ട് കുറച്ച് അനിഷ്ടം ഉണ്ടെങ്കിൽ എന്ത്? ബുധൻ വ്യാഴം 10 കർമ്മസ്ഥാനത്ത് ഗുണം ചെയ്യുന്നു. അതുപോലെ ബുധൻ 11 ബുധൻ എന്ന് പറയുമ്പോൾ നമുക്ക് ബുദ്ധി തോന്നിക്കും ഭഗവാൻ ഓരോരോ കാര്യങ്ങൾ, പുതിയ കാര്യങ്ങൾ ചെയ്യാനും പുതിയ ചില പഠനത്തിനും പുതിയ ചില തീരുമാനങ്ങൾക്കും നമ്മൾ ഈ പറയില്ലേ, നമ്മുടെ ജീവിതം നന്നാവാൻ പറ്റുന്ന ചില ചിന്തകൾ ഈശ്വരൻ കൊണ്ടുതരും. അത് ബുദ്ധിപൂർവ്വം ഉപയോഗപ്പെടുത്തി ജീവിതം നന്നാക്കിയെടുക്കുക. പിന്നെ റിയൽ എസ്റ്റേറ്റിൽ നിൽക്കുന്നവരും ഊഹക്കച്ചവടം അതുപോലുള്ള കാര്യങ്ങളിൽ പോയി ചാടുന്നവരെ സംബന്ധിച്ച് ധനനഷ്ടം വരുമെന്ന് വിചാരിച്ചോളണം. കാരണം നിങ്ങൾക്ക് ചൊവ്വ നഷ്ടസ്ഥാനത്ത് 12 നിൽക്കുന്നു എന്ന് മാത്രമല്ല അവിടെ കേതുവും കൂടെ ഉണ്ട്. അപ്പം ഭൂമിപരമായ കാര്യങ്ങളിൽ പിന്നെ അതുപോലെ തന്നെ ഈ ഊഹക്കച്ചവടങ്ങളിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലോട്ടറിയിലൊന്നും കൊണ്ടൊന്ന് പൈസ മുടക്കരുത്, പോകും. ഊഹക്കച്ചവടത്തിന് പറ്റിയ സമയമല്ല. അതുപോലെ തന്നെ ശുക്രൻ നിങ്ങൾക്ക് 9 പിന്നെ ഭാഗ്യസ്ഥാനത്തേക്ക് വരുന്നത് വരെയും 9 ഭാഗ്യസ്ഥാനത്തേക്ക് വരിക എന്ന് പറയാൻ കാരണം ഇപ്പോൾ 10 കർമ്മസ്ഥാനത്തേക്ക് വരുന്നവരെ 9 ഭാഗ്യസ്ഥാനത്താണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ അതുവരെയും ശുക്രൻ നിങ്ങൾക്ക് ഒരുപാട് ഗുണകരമായ കാര്യങ്ങൾ കൊണ്ടുവരും. ഗുണകരമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ 7 കണ്ടകസ്ഥാനത്ത് ശനിയും നിൽക്കുന്നു, 9 ശുക്രനും കൂടെ ആകുമ്പം അപ്രതീക്ഷിതമായ ചില സുഹൃത്ത് ബന്ധങ്ങൾ നെറ്റ് വഴി, അതായത് സോഷ്യൽ മീഡിയ വഴിയൊക്കെ പുതിയ സുഹൃത്തുക്കൾ
ചില കൂട്ടുകെട്ടുകളൊക്കെ വരും. അതിലൂടെ നമുക്ക് ചില പുതിയ രഹസ്യ കാര്യങ്ങൾക്കൊക്കെ തോന്നും. രഹസ്യ ഇടപാടുകൾക്കോ ധനപരമായിട്ടോ അല്ലാതെ നമ്മുടെ പേഴ്സണൽ ലൈഫിലൊക്കെ ചില സുഖ സൗകര്യങ്ങൾക്കുള്ള വഴികൾ നമ്മൾ തേടും. അത് അബദ്ധത്തിലേക്ക് പോകുന്ന സമയമാണ്. കാരണം 7 നിന്ന് നിൽക്കുന്ന നമ്മുടെ ശനി, അദ്ദേഹം 3-ൽ ഈ ശുക്രനെയും കൂടെ വീക്ഷിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് വിശേഷമായിട്ട് ഒരു ദൃഷ്ടിയുണ്ട്. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാത്രമല്ല കണ്ടക ശനി നിൽക്കുന്ന സമയത്ത് ഈ നമ്മൾ ഓപ്പോസിറ്റ് സെക്സുമായിട്ടുള്ള, അതായത് ആണാണെങ്കിൽ പെണ്ണുമായിട്ടും പെണ്ണാണെങ്കിൽ ആണുമായിട്ടുള്ള ഇടപാടുകൾ, രഹസ്യ ഇടപാടുകളൊന്നും നടത്താൻ പാടില്ല. നമുക്ക് അതിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ട് ശുക്രൻ വന്നിരിക്കുകയാണ്. ശുക്രൻ ഇപ്പോൾ ഉടനെ മാറും. ശുക്രൻ ഇനിയിപ്പോൾ 10-ൽ കർമ്മസ്ഥാനത്ത് മാറും, നല്ലതാണ്. കാരണം നമുക്ക് ധനപരമായിട്ട് ബിസിനസ്സിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും ശുക്രൻ ഗുണം തരും. അതുവരെയും നമ്മൾ അനാവശ്യമായ ഒരു കാര്യങ്ങളും പോയി ചാടി പിന്നെ അതിൽ ജ്യോതിഷനെയും ആ പ്രപഞ്ചശക്തിയെ ഈശ്വരന്മാരെയും കുറ്റം പറയരുത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. സമയം പൊതുവിൽ നല്ലതാണ്. ധനപരമായിട്ട് നിങ്ങൾക്ക് വളരെ മാറ്റം വരുന്നൊരു സമയം അത് ഉപയോഗപ്പെടുത്തുക. അതെങ്ങനെ വേണമെന്ന് നിങ്ങളുടെ ജാതകം കൂടെ ചേർത്ത് കൂട്ടി വായിച്ച് തീരുമാനിച്ചിട്ട് മുന്നോട്ട് പോവുക. തീർച്ചയായിട്ടും ബുധൻ നിങ്ങളെ സഹായിക്കും. നല്ല തീരുമാനം എടുക്കട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ വീഡിയോയുടെ താഴെ എൻ്റെ വാട്സാപ്പ് നമ്പറുണ്ട്. കൺസൾട്ടിങ്ങിനായിരുന്നാലും സംശയങ്ങൾക്കായിരുന്നാലും അതിലേക്ക് നിങ്ങൾക്ക് മെസ്സേജുകളിടാം. ഞാൻ കോൾ അറ്റൻഡ് ചെയ്യാറില്ല. മറ്റൊന്ന്, തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യുന്നവർ കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും. കാരണം നിലവിലും എനിക്ക് നേരത്തെ വന്നവരുടെ ഒരു ഫ്ലോ ഉണ്ട്. അതിൻ്റെ കൊടുത്ത അപ്പോയിൻമെൻറ്റുകൾ തീരുന്ന മുറയ്ക്ക് ഞാൻ ക്ഷമയോടെ ഇതിലേക്ക് വരുള്ളൂ. നിങ്ങളും ഞാൻ കാണിക്കുന്ന ക്ഷമയും ശാന്തതയും കാണിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. മറ്റൊന്ന്, നമുക്ക് ഈ ജ്യോതിഷ കൈരളി നമ്മളെ കുടുംബത്തിലേക്ക് നിങ്ങൾ നൽകുന്ന ഈ സപ്പോർട്ട്, ഈ എന്താ പറയുക, ലൈക്ക്, സബ്സ്ക്രിപ്ഷൻ എന്നും ഉണ്ടാവണം. നമ്മൾ പുതിയ ആശയങ്ങളും പുതിയ ഐഡിയകളുമായിട്ട് ഇനിയും വരും. നിങ്ങളെല്ലാം അനുഗ്രഹമാണ് നമ്മുടെ വിജയം. ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ. വിജയിക്കട്ടെ.